ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മളൊരു ജാപ്പനീസ് ഡിഷാണ് ട്രൈ ചെയ്യുന്നത്. കരാഗെ ഡോൺ എന്ന് പറയും. സോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ബേസിക്കലി നമുക്ക് ഈ ചിക്കൻ കരാഗെ മേടിക്കാൻ കിട്ടും. ഇതൊരു ഏഷ്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ദെൻ ഞാൻ നൂഡിൽസ് ഉണ്ട്, റൈസ് നൂഡിൽസ്, പിന്നെ ഗ്ലാസ് നൂഡിൽസും ഉണ്ട്. അപ്പം സോ ഐ എം മേക്കിംഗ് 2 പോർഷൻസ്. ദെൻ വി നീഡ് സം ചില്ലി ഫ്ലേക്സ് ആൻഡ് ഓൾസോ നമുക്ക് നൂഡിൽസിനോട് കിട്ടുന്ന ആ ഫ്ലേവറിങ് തിങ് ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണ്ടത് പാച്ചോയ്, അതായത് ദിസ് ഇസ് ലൈക്ക് എ വെരി ഹെൽത്തി ലീഫ്. സോ ഇത് ആ ഡിഷിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പ്ലസ് യു നീഡ് സം സ്പ്രിംഗ് ഒനിയൻ. അപ്പോൾ ബേസിക്കലി ഇതും നമ്മൾ ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ കരാഗെ ഒരു പാനിൽ ഫ്രൈ ചെയ്തെടുക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഈ കരാഗെ ആക്ച്വലി പാനിലേക്ക് ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. സോ ദാറ്റ് ഈസ് വാട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം അത് ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. സോ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ചൊരു 5 to 10 മിനിറ്റ്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു ഗോൾഡൻ കളർ വരുന്നുണ്ടോ, ആ ഗോൾഡൻ കളർ വരുന്ന വരെ ഇതൊന്ന് ഓൾറെഡി ഇത് ഇൻസ്ട്രക്ഷനിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്ട്രക്ഷനിൽ സോ ബേസിക്കലി നമ്മളതൊന്ന് ജസ്റ്റ് ഗോൾഡൻ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. കരാഗെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് സ്പ്രിംഗ് ഒനിയൻസും പാച്ചോയും കൂടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ആഡ് ചെയ്യാം. അധികം ഹീറ്റ് വേണ്ട, ജസ്റ്റ് ഒന്ന് ടെമ്പറേച്ചർ കുറച്ച് വെച്ച് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ റൈസ് നൂഡിൽസ് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് വേവിക്കാം. പാരലലി അത് വെന്തോളും. അതിൻ്റെ കൂടെ നമുക്ക് ഫ്ലേവറിന് വേണ്ട കുറച്ച് ഇതും കൂടി ആഡ് ചെയ്യാം. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും നമുക്ക് ഫ്ലേവറിന് വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പം ജനറലി എനിക്ക് തോന്നുന്നത് കരാഗെ ഡോൺ ഏഷ്യ ഷോപ്പിൽ യു വിൽ ഗെറ്റ് എ ക്യൂബ്. ആ ഒരു ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം അൺഫോർച്ചുനേറ്റ്ലി ആ ക്യൂബ് എൻ്റെ കയ്യിൽ ഇല്ല. സോ ഐ എം ആഡിങ് ദീസ് ചില്ലി ഫ്ലേക്സ് ആൻഡ് സം സോയ സോസ്. അപ്പോൾ നമുക്ക് ഫ്ലേവറിന് വേണ്ടി ചില്ലി ഫ്ലേക്സും നൂഡിൽസിൻ്റെ കൂടെ ഉള്ള കുറച്ച് ഒരു നൂഡിൽ പാക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഫ്ലേവറിങ് ഇതും കൂടി ആഡ് ചെയ്യാം. വേണേൽ നമുക്ക് നോക്കിയിട്ട് കുറച്ച് സ്പൈസി ആക്കണമെങ്കിൽ സ്പൈസിനെസ് വേണ്ട പെപ്പറോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. സോ ഇനി അതിലേക്ക് നമ്മുടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റൈസ് നൂഡിൽ ജസ്റ്റ് ഒന്ന് ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. റൈസ് നൂഡിൽസ് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത സ്പ്രിംഗ് ഓനിയൻസും പാച്ചോയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിൻ്റെ തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടി ഇതിലേക്ക് വന്നോളും. സോ ഇത് കുറച്ച് ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2 to 3 മിനിറ്റ്സ് ഇതൊന്ന് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്യാം. ഫൈനൽ സ്റ്റെപ്പ്. യെസ്, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ബോയിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബോയിൽ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്താൽ മതി. നമ്മുടെ കരാഗെ ഇതിലേക്ക് ആഡ് ചെയ്യുക, ഫൈനൽ സ്റ്റെപ്പ്. സോ ദാറ്റ്സ് വെരി സിമ്പിൾ പ്രൊസീജിയർ. നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ദിസ് ഇസ് ലൈക്ക് വെരി ഹെൽത്തി ഓൾസോ. അപ്പോൾ നമ്മുടെ കരാഗെ ചിക്കനും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്, പിന്നെ ആവശ്യത്തിന് വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ റൈസ് നൂഡിൽസും ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഓൾസോ. സോ ഇറ്റ്സ് ലൈക്ക് എ കംപ്ലീറ്റ് മീൽ. നല്ലൊരു സൂപ്പും കൂടിയാണ്. നമുക്ക് വിൻ്ററിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ്. സോ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ക്രൗഡഡ്. ഇത് ഇച്ചിരി ലൈക്ക് ചെറിയൊരു പാത്രമായിപ്പോയി. സോ അതുകൊണ്ട് പക്ഷേ സ്റ്റില്ലൊന്ന് നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഒന്ന് എന്തായാലും ഓൾറെഡി കുക്ക്ഡ് ആണ്. പിന്നെ നമുക്ക് സോൾട്ട് ടു ടേസ്റ്റ് ആൻഡ് ഓൾസോ മേ ബി സം പെപ്പർ പൗഡർ. സ്പൈസി ഫുഡ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി സ്പൈസിനെസ് ആഡ് ചെയ്യാം. പിന്നെ ഏറ്റവും നല്ലത് നമ്മൾ ഏഷ്യൻ സ്റ്റോറിൽ തന്നെ അവരുടെ ആ ഒരു ഇത് കിട്ടും, നമ്മുടെ ക്യൂബ് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ അപ്പോൾ ഉണ്ടാക്കാം. ഏത് ഫ്ലേവറാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഫ്ലേവേഴ്സും കൂടി മേടിക്കാൻ കിട്ടും. സോ ദിസ് സൂപ്പ് ഈസ് ലൈക്ക് വെരി അതിന്
ഒരു ഹെൽത്തി ബെനിഫിറ്റ്സ് നന്നായിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ ഫൈനൽ സ്റ്റെപ്പ് ഐ വിൽ മൂവ് ദിസ് ടു ദി സൂപ്പ് ബോൾ. ദിസ് ഈസ് ദ ഫൈനൽ ഔട്ട്. നമുക്ക് ഇതൊരു സൂപ്പ് ബോളിലേക്ക് മാറ്റി. അപ്പോൾ കരാഗയും പിന്നെ ഈ പച്ചോയും നമ്മുടെ സ്പ്രിംഗ് ഒനിയൻസും ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി സൂപ്പാണ്. അപ്പം ചോപ്സ്റ്റിക്സ് വെച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ വി ക്യാൻ ഓൾസോ യൂസ് ദ സ്പൂൺ. സോ ബേസിക്കലി ഞാനിവിടെ ജാപ്പനീസ് ഡിഷാണിത്. മെയിൻലി യു കുഡ് ഓൾസോ സീ ദാറ്റ് ദ ഫ്ലേവർ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. സോ ദിസ് ഇസ് ലൈക്ക് മോസ്റ്റ്ലി ഹെൽത്തി നമുക്ക് കോൾഡൊക്കെ ഉള്ള സമയത്ത് കഴിക്കാൻ പറ്റിയൊരു സൂപ്പാണ്. സോ ലെറ്റ് മീ നോ യുവർ കമൻറ്റ്സ്.